യെസ്, അഖിൽ മോഹൻ പറഞ്ഞു. സിത്താര ആരിഫ് ബ്രോ സ്പൈസസ് ആൻഡ് സിറപ്സ്. പറയണ്ട. ആരിഫ് ബ്രോ, ഞാൻ സൽമാൻ ബ്രോന്റെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയുണ്ട്. ഞാൻ ഇവിടെ പെരുമ്പാവൂർ അടുത്തുനിന്നാണ് നിൽക്കുന്നത്. അപ്പോ സൽമാൻ ബ്രോ പറഞ്ഞതൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്. ഇതിന്റെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എനർജി കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളൊരു പ്രസ്ഥാനമുണ്ട്. ഇപ്പൊ എന്ത് പ്രശ്നം നടന്നാലും ആദ്യം കയറി വരുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോ നമ്മളിവിടെ ഒരു ന്യൂക്ലിയർ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഓൾറെഡി. ഇപ്പം കൂടങ്ങളും അറിയാലോ എങ്ങനെ നടന്നേന്നുള്ളത്. പറഞ്ഞുകൊണ്ട് വരും. ആദ്യം തന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പറ്റൂല, ഇത് എൻവയോൺമെന്റിന് പറ്റൂല. അപ്പൊ തന്നെ ഞാൻ പേരെടുത്ത് പറയണമെന്നൊന്നും തോന്നരുത്. അഡ്വക്കേറ്റ് ഹരീഷ് പുള്ളിക്കാരൻ ആദ്യം തന്നെ വന്നു നോക്കി പറയും, അത് ഇവിടെ പറ്റൂല, ഉള്ള കാര്യമാണ്, ഇത് ഇങ്ങനെയാണ്, ഇത് പറ്റൂല, ഇത് കേരളത്തിൽ പറ്റില്ല, കേരളത്തിൽ ജനതയ്ക്ക് പ്രശ്നമുണ്ടോ. സത്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സൽമാൻ ഖാന്റെ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് കേട്ടോണ്ടിരുന്നപ്പോ ഞാൻ പണ്ട് വായിച്ച ഒരു ന്യൂസാണ്. അതായത് ജപ്പാനിലെ ഇതുണ്ടായിരുന്നു, അതായത് അവിടെ ന്യൂക്ലിയർ പ്രോജക്റ്റുകൾ നടക്കണ്ടായിരുന്നു, ന്യൂക്ലിയർ പവർ പ്ലാന്റ് നടക്കണ്ടായിരുന്നു. അപ്പൊ അവര് വേസ്റ്റ് മെറ്റീരിയൽ കട്ട് ചെയ്തിരുന്നു പറഞ്ഞത് സീ വാട്ടറിലേക്കായിരുന്നു. അപ്പൊ അവിടെ ഷിംബ് പ്രൊഡക്ഷൻ കുറച്ചുകൂടി കൂടി. അപ്പം അത് ചൈനയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞിരുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, അതായത് അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ വരും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിന് അവർ കുറെ കാലം സുഷി അതുപോലത്തെ സംഭവങ്ങളൊക്കെ അവര് ഡിസ്പോസ് ചെയ്തു. അവർ പറഞ്ഞു ജപ്പാനിൽ നിന്നുള്ളതാണ്, നമുക്ക് വേണ്ട എന്നുള്ള രീതിയാണ്. അപ്പോ നമ്മുടെ ഇവിടെ ഈ കാലഘട്ടത്തില് എന്ത് പറഞ്ഞാലും ആദ്യം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്കിവിടെ പറ്റൂല എന്നുള്ള രീതിയാണ്. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ എന്താ പറഞ്ഞ ഒരു EV എടുത്തിട്ടുണ്ട്, 5 ആണ് എടുത്തേക്കുന്നത്. അവന് ഒരു മാസം വന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 10,000 bucks ആണ്. ഇവിടെ കേരളത്തിൽ തന്നെയാണ്. അതിന്റെ ചാർജ് വന്നത് 10,000 രൂപയാണ്, KSEB എന്നുള്ള ബില്ല്. അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 1 കിലോമീറ്റർ 1.2 കിലോമീറ്റർ രൂപ വെച്ചിട്ടാണ് 1 കിലോമീറ്റർ ചാർജ് വന്നത്. അപ്പൊ അവന് പോയി, ഇപ്പൊ എറണാകുളത്താണ് അവൻ വർക്ക് ചെയ്യണത്. അപ്പൊ അവന് പോയി വരാൻ ബുദ്ധിമുട്ടില്ല. ഞാൻ എടുക്കുന്നത് ശരിക്കും പറഞ്ഞ പെട്രോൾ അതുപോലത്തെ മോഡലാണ്. പക്ഷെ എനിക്കിപ്പോ കാക്കനാട് അവിടെ ഇത് ഒരു അഡ്വർടൈസ്മെന്റ് അല്ല, ഒരു വിനോദ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്. ഞാൻ അവിടെ ഒരു ജസ്റ്റ് ഒരു പേഷ്യന്റ് ആണ്. ഞാൻ അവിടെ പോയിട്ട് വരികയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ അടിക്കുമെങ്കിൽ എനിക്ക് പെട്രോൾ വന്നത് 200 രൂപയാണ്. എനിക്ക് മാസത്തിൽ ഒരുപാട് വെച്ചാൽ ആ രീതിയിൽ പോണതാണ്. നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്കലായിട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അപ്പൊ തന്നെ ഇതിനെതിരായിട്ട് പറയുന്നത് 100 പേരുമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാൻ പറ്റുക, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റൂല. ആദ്യമുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ KSEB എന്ന് പറഞ്ഞൊരു വെള്ളാനുണ്ട്. സത്യം പറയാലോ, വേറെ ഒന്നും തോന്നുന്നില്ല, കേരളാന്ന് തന്നെയുണ്ട്. അത് നമുക്കൊരു പ്രോജക്റ്റ് എന്തെങ്കിലും, എന്റെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ ഒരു സോളാർ പവറിന്റെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെസിലിറ്റിയും കൊടുക്കാൻ പറ്റുന്നില്ല. അവൻ അദാനിയുടെ പിന്നെ ടാറ്റയുടെയും വിളിച്ചു കഴിഞ്ഞപ്പം അദാനി അവര് പറഞ്ഞു ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ 2 ആഴ്ച ഇവരുടെ ഒരു പ്രോജക്റ്റിന്റെ ഒരു കാര്യം മര്യാദയ്ക്ക് നടക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ സോളാറിന് പകരമായിട്ട് ഈ ന്യൂക്ലിയർ പവർ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുക? ഇവരിങ്ങനെ തള്ളി ഇങ്ങനെ പോയേ ഉള്ളൂ. എന്റെ ഡൗട്ട് ഇതാണ്. സൽമാൻ ബ്രോ, ഹായ്. ഞാൻ അത് കാരണമാണ് ഈ പറയാൻ കാരണം. നമ്മളിവിടെ ഒന്നും നടക്കുമെന്ന് തോന്നണില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി എല്ലാവരുടെ കേസിൽ നടന്നാലും കേരളത്തിൽ നടക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. സൽമാൻ എന്ത് പറയുന്നു? ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സൽമാൻ പറയുന്നതിന്. നമ്മുടെ കേരളത്തിൽ ഈ KSEB സത്യത്തിൽ അവര് സോളാറിന് പ്രോത്സാഹിപ്പിക്കാത്ത ഒരു നിലപാടാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് വല്ലാതെ പ്രോത്സാഹിപ്പിച്ച KSEB തന്നെ പൊട്ടേണ്ടി വരും. അതാണ് അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ KSEB-യില് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജസ്റ്റ് കറണ്ട് കട്ട് ചെയ്യും, പിന്നെ ഇടയ്ക്ക് വെച്ച് ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കട നടത്തുന്ന ആളാണ്. എനിക്കിപ്പോ കറണ്ട് വോൾട്ടേജ് കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞ. ഐസ്ക്രീം അതുപോലെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മെൽട്ടായി പോയാലും പേടിയ. അത് കാരണം ഞാൻ അതിന്റെ പരിപാടിക്കൊന്നും ഇറങ്ങാറില്ല. എനിക്ക് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. രാത്രി ആകുമ്പോൾ ഇൻകേസ് എങ്ങാനും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ആ പൈസ പോകത്തുള്ളൂ. സൽമാൻ പറഞ്ഞോളൂ. ഈ കേരളത്തിന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുമ്പോഴേ ഈ പ്രശ്നങ്ങൾ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയണത്. ഞാൻ ഇപ്പോൾ സപ്പോസ് കേരളത്തിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം ഒരു നമ്മളെ ലോകത്തിൽ തന്നെ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ബയോഡൈവേഴ്സിറ്റി ഇൻഡെക്സിൽ, യുനെസ്കോ. അപ്പോൾ അതിൽ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഒരു പ്രത്യേക റീജിയണിൽ ഒരു അവിടെ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളും മൃഗങ്ങളും ജീവിക്കുന്ന ആ രീതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലം. അതുകൂടാതെ തന്നെ ലോകത്തിൽ തന്നെ
കുറേ ബയോഡൈവേഴ്സിറ്റി, അതായത് വളരെയധികം വൈവിധ്യമാർന്ന സസ്യങ്ങളും മൃഗങ്ങളും ജീവിക്കുന്ന ഒരു സ്ഥലം. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു സ്ഥലങ്ങളിലൊന്നാണ് നമ്മൾ കേരളം കൂടി ഉൾപ്പെടുന്ന വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്, പശ്ചിമ ഘട്ടം എന്ന് പറയുന്ന ഒരു സംഭവം. അത് കേരളം മാത്രമല്ലല്ലോ വരുന്നത്, അതിൽ കന്യാകുമാരി തൊട്ടിട്ട് ഗുജറാത്തിലെ ടാപ്റ്റി റിവർ വരെയാണ് അതിന്റെ ആ ഒരു വിസ്തൃതി എന്ന് പറയുന്നത്. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഈസ്റ്റേൺ ഗട്ട്സ് വരുന്നത്. ഈസ്റ്റേൺ ഗട്ട്സ് ആണ് നമ്മുടെ ഈ തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിലുള്ള നീലഗിരിയൊക്കെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമാണ്. ഇതിലൊരു ഗ്യാപ്പ് വരുന്നത് പാലക്കാടാണ്. അതിനാണ് നമ്മൾ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതൊരു പ്രകൃതിലോല മേഖലയാണ് കേരളം, അതിലൊരു സംശയമില്ല. അത് ഈ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട്സ് ആയതുകൊണ്ട് തന്നെ പ്രകൃതിലോല മേഖലയും കൂടിയാണ്. പക്ഷേ പ്രകൃതിലോല മേഖലയാണെന്ന് ഇവർ പറഞ്ഞിട്ട് ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ പ്രകൃതിലോല മേഖല എന്ന് പറഞ്ഞുകൊണ്ട് അനധികൃതമായിട്ടുള്ള ടൂറിസം പിന്തുണച്ചു. ഈ കൈക്കൂലി കൊടുക്കുന്ന ടൂറിസം പിന്നെ ഓണേഴ്സിനൊക്കെ പിന്നെ ഈ പറഞ്ഞതുപോലത്തെ മറ്റേ സ്പായും അങ്ങനത്തെ പിന്നെ റിസോർട്ടൊക്കെ ഉണ്ടാകാനുള്ള പിന്നെ പെർമിഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഇവരൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ റിസോർട്ട് ഉണ്ടാക്കുന്നത് ഭാരതപ്പുഴേന്റെ പിന്നെ സൈഡിലും ഈ വയനാട്ടിലുള്ള പിന്നെ ഈ മലയിടിച്ചിലൊക്കെ നടക്കുന്ന അവിടെ കൊണ്ടുപോയിട്ടാണ് വീട് വെക്കുന്നത്, റിസോർട്ട് വെക്കുന്നത്. ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ബിൽഡിങ്ങുകളും റിസോർട്ടുകളും വീടുകളൊക്കെ വെക്കാൻ നിങ്ങൾ സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ മഴക്കാലം വരുമ്പോൾ വെള്ളപ്പൊക്കം വന്നിട്ട് ആൾക്കാർ കൂടുതൽ മരിച്ചു, മണ്ണിടിച്ചിലുകൊണ്ട് ആൾക്കാർ കൂടുതൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം എന്ന് പറയുന്നത് എല്ലാ വികസനങ്ങളെയും തകർക്കുന്ന ഒരു സംഭവമല്ല. പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്നുകൊണ്ട് സുസ്ഥിരമായിട്ട് ഇന്നത്തെ നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ പറ്റണം, ഭാവി തലമുറയ്ക്കും വേണ്ട സാധനങ്ങൾ എടുക്കാൻ പറ്റണം എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. UNDP കൊടുത്ത ഡെഫിനിഷനാണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറയുന്ന സംഭവം കൊടുത്ത് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം കൊടുത്ത് ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ നിങ്ങൾ ഒരു ഭാഗത്ത് കൂടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ഒരു ഭാഗത്ത് കൂടി ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനൊക്കെ എതിർക്കുന്നു, മറുഭാഗത്ത് കൂടി നിങ്ങൾക്ക് എന്നിട്ട് ആൾക്കാരെ മുന്നിൽ വെർച്വൽ സിഗ്നലിംഗ് ചമയുന്നു, നല്ല പിള്ള ചമയുന്നു, നന്മയോട് ഉണർവോളി ചമയുന്നു. മറുഭാഗത്ത് കൂടി നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ആൾക്കാർക്ക് അദാനി കൂടുതൽ പൈസ തന്നു കഴിഞ്ഞാൽ അവിടെ പോർട്ട് ഉണ്ടാക്കാൻ സമ്മതം കൊടുക്കുന്നു. പിന്നെ റിസോർട്ട് ഉടമകൾക്ക് അവിടെയും വേണ്ടി റിസോർട്ട് ഉണ്ടാക്കാൻ, ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളിൽ റിസോർട്ട് ഉണ്ടാക്കാൻ അവിടെ സമ്മതം കൊടുക്കുന്നു. നിങ്ങൾക്കറിയോ ഈ ഭാരതപ്പുഴേന്റെ സൈഡ് നിങ്ങൾ എടുത്തു നോക്കുക, പെരിയാർ പുഴേന്റെ സൈഡ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറയുന്ന EIA റെഗുലേഷന്റെ EPA, അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പാസ്സായിട്ടുള്ളത്. അതിന്റെ കീഴിലാണ് 94 EIA എന്ന് പറയുന്ന സംഭവം അതിന്റെ കീഴിൽ വരുന്നത്. EIA അമെന്റ്മെന്റ് അങ്ങനെ എന്താണ് വരുന്നത്, EIA നോട്ടിഫിക്കേഷൻ അങ്ങനെ എന്താണ് വരുന്നത് 91 ആണ് വരുന്നത്, 91 94. അത് പ്രകാരം കോസ്റ്റൽ റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്ന CRZ എന്ന് പറഞ്ഞ റൂൾസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. CRZ റൂൾസ് എന്ന് പറയും, കോസ്റ്റൽ റെഗുലേഷൻ സോൺ റൂൾസ്. അത് പ്രകാരം ഒരു പുഴയുടെയോ അല്ലെങ്കിൽ ഒരു കടലിന്റെയോ ഒരു പരിധി വരെ പിന്നെ നമ്മൾ വീടുകളും അങ്ങനത്തെ സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ല. ഒരു മീറ്റർ കണക്കുണ്ട്, 100 മീറ്റർ 50 മീറ്റർ കണക്കുണ്ട്, അവിടെ വീടൊന്നും വെക്കാൻ പാടില്ല. അതാണ് ആ നിയമം പറയുന്നത്. ഈ നിയമം അവിടെ ഫോളോ ചെയ്യുന്നില്ല. എന്നിട്ട് പുഴേന്റെ സൈഡിലും കടലിന്റെ പിന്നെ സൈഡിലൊക്കെ കൊണ്ടുപോയിട്ട് വീട് വെച്ചിട്ട് സുനാമി വരുമ്പോഴും മറ്റേ പ്രക്ഷോഭം വരുമ്പോഴും ഒക്കെ ആൾക്കാർ മരിക്കുന്നു. ഇതിന് കാരണക്കാരാരാ? ഓരോ ഭരണകൂടം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഭരണകൂടം അത് കൊടുക്കാൻ പാടില്ലായിരുന്നു. നിയമം പോളിസി മേക്കേഴ്സ് അല്ല, പോളിസി ഇവിടെ ഉണ്ട്, നിയമങ്ങൾ ഇവിടെ ഉണ്ട്. ഇംപ്ലിമെന്റേഷൻ മര്യാദ നടക്കുന്നില്ല. അതിന് കാരണം ഇവിടെ കൈക്കൂലി കൊടുത്ത് അഴിമതി ചെയ്തുകൊണ്ടും അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി അവർ ഇതിനൊക്കെ സമ്മതം കൊടുക്കുക. നിങ്ങൾ ഭാരതപ്പുഴയുടെ സൈഡിൽ പോയി നോക്കിക്കോളൂ, കടലിന്റെ സൈഡിൽ പോയി നോക്കിക്കോളൂ, കോസ്റ്റ് റെഗുലേഷൻ സോൺ അതിന്റെ സംഭവങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ഇതിൽ പറയുന്ന കുറെ നിയമങ്ങളുണ്ട്. 80 മീറ്റർ 100 മീറ്റർ അപ്പുറത്ത് വീട് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇവിടെ റിസോർട്ടുകളും വീടുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ അവിടെ മാത്രമേ സ്ഥലം പിന്നെ ആൾക്കാർക്ക് ജീവിക്കാൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള അറിവും ഇതൊക്കെ കൊടുത്തിട്ട് വേറെ സ്ഥലങ്ങൾ കൊടുക്കേണ്ടതിന് പകരം അറിവ് കൊടുക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എന്ത് പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കാര്യം? നിങ്ങളൊന്ന് നോക്കി നോക്കുക, കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എത്രത്തോളം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം ആൾക്കാർ മരിച്ചു. ജപ്പാനിൽ നമ്മുടെ സുഹൃത്തുണ്ട്, നമ്മുടെ മലയാളിയാണ്, പുള്ളിക്കാരൻ ജപ്പാനിൽ 4 വർഷം നിന്നതാണ്. പുള്ളിക്കാരൻ പറയുന്നത് ഒരാഴ്ച ഒരു ഭൂമി വിൽക്കുണ്ടാവും ജപ്പാനിൽ. വീടിന് ഒരു പ്രശ്നം പറ്റില്ല, ആരും മരിക്കൂല, ഒരാഴ്ച ഓരോ ഭൂമി വിൽക്കാം. എന്നിട്ട് നമ്മളെ ഇന്ത്യക്കാരവിടെ പോകുമ്പോൾ പേടിയാ. അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ എപ്പോഴും നടക്കുന്നത്. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങും. ഇന്ത്യക്കാരൻ പേടിച്ച് പറിക്കും, ജപ്പാൻകാർ ഞങ്ങളുടെ വീണ്ടും തുടരും. അപ്പൊ എന്തുകൊണ്ടാണ് അത് നടക്കുന്നത്? എന്തുകൊണ്ട് ജപ്പാന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയോ? ഈ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ഏറ്റവും ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഏറ്റവും ടെക്ടോണിക് റിസ്ക് ഉള്ള ഒരു സ്ഥലത്താണ് ജപ്പാനുള്ളത്. എന്നിട്ട് രാജ്യം ഇത്രത്തോളം വികസിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാരണം? എന്നിട്ട് കേരളത്തിൽ ഇവിടെ നിങ്ങൾ നോക്കും, ഓരോ വർഷം ആൾക്കാർ മരിച്ചോണ്ടിരിക്കും. എന്താ മരിക്കാൻ കാരണം? ആ പ്രകൃതിലോല മേഖലയിലെ ആൾക്കാർ ഈ പറഞ്ഞ ഒരു വീടും റിസോർട്ടൊക്കെ പണിതതിന്റെ പ്രശ്നങ്ങളാണ്. ആരാണ് ഇതിന് കാരണക്കാര്? ജനങ്ങൾ കാരണക്കാർ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അറിവുള്ള ആൾക്കാർ പകർന്നു കൊടുത്ത് ഗവൺമെന്റിലോട്ട് എത്തിച്ചിട്ട് ഗവൺമെന്റ് ഇങ്ങനത്തെ ആൾക്കാരെ ഇതിനെ നിയമിച്ചിട്ട് അവരല്ല ഇതൊക്കെ നോക്കി നടത്തേണ്ടത്. ഗവൺമെന്റ് ആ മേൽപ്പത്തിലുള്ള എന്താണ് കാര്യം?
ഓക്കെ അപ്പോ ഇതൊരു പ്രശ്നം. അപ്പൊ എന്ത് വികസനമാണ് ഇവിടെ നടക്കണമെന്നാണ് പറയുന്നത്? എന്ത് പ്രകൃതി സംരക്ഷണമാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ പ്രകൃതി സംരക്ഷണം നടക്കുന്നത്, ഇവിടെ അഴിമതിയാണ് നടക്കുന്നത്, ഇവിടെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നത്. ഇത് മിഥുന സിനിമയിൽ മോഹൻലാൽ ചെയ്യുന്ന പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. മിഥുന സിനിമയിൽ മോഹൻലാൽ അനുഭവിക്കുന്ന സാധനങ്ങൾ അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണക്കാര് അന്നത്തെ അതേ പ്രശ്നങ്ങളാണ് ഇന്നും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റം വന്നിട്ടില്ല. അന്ന് ബിസിനസ് തുടങ്ങി. അപ്പൊ നമ്മൾ ചോദിക്കുക, ബിസിനസ് ഒന്നും തുടങ്ങാൻ പാടില്ലേ? അല്ല, നമ്മളെ കളക്ടർ ബ്രോ പറഞ്ഞിട്ടുണ്ടല്ലോ, കളക്ടർ ബ്രോ സ്റ്റാറ്റസ് ഇടുന്നുണ്ടല്ലോ. പുള്ളിക്കാരൻ ഭയങ്കര വിഷണറി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരന്റെ എല്ലാ സംഭവങ്ങളിലും ആ ഒരു വിഷൻ ഉണ്ട്. പുള്ളിക്കാരൻ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഈ കമ്മ്യൂണിസ്റ്റുകാര് കേരളത്തില് നമ്മളെ ഫാമിംഗ് സെക്ടറിൽ ചെയ്ത പ്രശ്നങ്ങൾ, അന്നുള്ള കുറച്ച് സാധനങ്ങൾ സബ്സിഡി കൊടുത്തിട്ടുണ്ട്. അതേ സാധനങ്ങൾ ഇപ്പോഴും തുടരുക. കൊക്കോയും കുറച്ച് റബ്ബറും സാധനങ്ങൾക്ക് ഇപ്പോഴും അതേ തന്നെ കൊടുക്കുന്നുള്ളൂ. എന്തുകൊണ്ട് റംബൂട്ടാനും, എന്തുകൊണ്ട് ലിച്ചി, റംബൂട്ടാൻ, മാംഗോസിൻ സാധനങ്ങൾക്ക് ഇതൊന്നും സബ്സിഡി അങ്ങനത്തെ സാധനങ്ങളും നിയമങ്ങളും അതിന്റെ സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല അവിടുത്തെ കർഷകർക്ക്? അപ്പൊ അതൊരു പ്രശ്നം. ഇനി അടുത്ത പ്രശ്നം, പ്രകൃതി ലോല മേഖല എന്ന് പറയുമ്പോൾ അതിന് ഒതുങ്ങുന്ന രീതിയിലുള്ള കൃഷികൾ നടത്തണം. കളക്ടർ പറഞ്ഞ പോലത്തെ കൃഷികൾ നടത്തണം. ഇനി അടുത്ത പ്രശ്നം, അപ്പോൾ അത് പ്രകൃതിയോട് ഇണങ്ങി ചെയ്യുന്ന രീതിയിൽ കൃഷി നടത്തിക്കൂടെ? അങ്ങനത്തെ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇത് മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്ന് പറയുന്ന സംഭവമുണ്ട് യുനെസ്കോന്റെ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, PPP എന്ന് പറയും, അതൊക്കെ രീതിയിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും പബ്ലിക് ഇൻഡിവിജ്വൽസും കൂടി നിർത്തിയിട്ട് നമ്മൾ കേരളത്തിന് എത്ര ഫാമിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിയോ? നല്ല രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് ഫാമിംഗ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങ, ചക്ക, ഈ സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ ലെവലിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. തമിഴ്നാട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല? തമിഴ്നാട്ടിലുണ്ടാക്കുന്ന പഴങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലുണ്ടാക്കുന്ന മാങ്ങയാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്ക് എന്താ ഇതൊന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ട്? നമ്മുടെ നാട്ടിൽ മാങ്ങ ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിൽ ചക്ക ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ വെള്ളത്തിനും കൂടി ക്ഷാമമില്ല. നമ്മുടെ നാട്ടിൽ വെള്ളമൊക്കെ ക്ഷാമം ഉണ്ടായിട്ട് അത്രയും ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഒരു കാരണമുണ്ട്, തമിഴ്നാട്ടിലെ മണ്ണിന് കുറച്ചുകൂടി വിളക്കൂറുണ്ട്, അത് ശരിയാ. പക്ഷെ അവിടെ വെള്ളം കുറവാണ്. പക്ഷെ അതിന് വേണ്ട മെഷേഴ്സ് അവർ ചെയ്യുന്നില്ല. ഇതേപോലെ വെള്ളം നമ്മളവിടെ നാട്ടിലുണ്ട്, മാങ്ങക്ക് വളരാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. എന്നിട്ടും നമ്മൾ മണ്ണിൽ വളക്കൂറില്ല. അപ്പൊ വളക്കൂറുണ്ടാകുന്ന രീതിയിൽ പരിപാടികൾ നമ്മൾ ചെയ്യണം, വളം കൊണ്ടുവരണം. എന്നിട്ടും നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ മാങ്ങ കൊണ്ടുവരുന്നത്. എന്തൊരു ഗതികേടാണ് മലയാളിയുടെ, എന്തൊരു ഗതികേടാണ് ഇത്. സൽമാൻ ബ്രോ ഒരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞത്, ഞാന് വേറെ ഒന്നും കൊണ്ടല്ല പറയണേ. ഞാൻ ഒരു ഹോം മെയ്ഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് നടത്തുന്ന ആളാണ്. എനിക്കറിയാം എന്റെ ഇതൊക്കെ പറയണൊക്കെ സത്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു അഗ്രികൾച്ചർ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഒന്നും വന്നില്ല. ഞാനിപ്പം മുളക് വാങ്ങിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മുളകാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ കഴുകി ഉണക്കി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് കൊടുക്കണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന നടക്കൂല, അത് ഉള്ളതാണ്. നമ്മുടെ ഇവിടെ പണിക്കാരില്ല. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ബംഗാളിലേക്ക് നാട്ടില് അവരുടെ അങ്ങോട്ട് ഇവിടെയുള്ള ബംഗാളികൾ പോയി കഴിഞ്ഞപ്പോൾ അറ്റ് എ ടൈം 750 rupees 800 rupees പണിക്കാരെ കിട്ടുമായിരുന്നു ഒരു സമയം, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ടത് 1500 + 150, അതായത് 150 രൂപ ചെലവിനുള്ള കാശ് കൊടുക്കണം, 1500 നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. ഞങ്ങളുടെ ഇവിടെ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടൻ ഇതിന്റെ സംഭവങ്ങളാണ് കോൺട്രാക്റ്റാണ് എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ വീട്ടിലൊരു പണിയുണ്ട്, പണിക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത്, എടാ ഞാൻ അവരെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് 1650 രൂപ കൊടുക്കേണ്ടി വരും. മുമ്പ് കഴിഞ്ഞാൽ എനിക്ക് മിക്കവാറും ഒരു 150 rupees, ഒരു 200 rupees കൂട്ടി കഴിഞ്ഞാൽ 1850 ആവും, 1850 rupees ആവും. അപ്പം നിനക്കത് മുതലാവുമെന്നാണ് എന്നോട് ചോദിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമത് നമ്മുടെ ഇവിടെ പണ്ട് മുതലേ ഉള്ള കാര്യമാണ് ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു കൊച്ച് പഠിക്കുവാണെങ്കിൽ അവനോട് പറയുന്നത് പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ പഠിച്ച് ഒരു ലെവൽ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാണ് കൊറോണയുടെ സമയത്ത് ഞാൻ ഇവിടെ തിരിച്ചു വന്നത്. ഈ ചെറിയായിട്ടുള്ള ചെറിയ കടയാണ്, ചെറിയൊരു ഷോപ്പ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് നമുക്കിവിടെ പ്രൊഡക്ഷൻ ഇല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ പെരുമ്പാവൂര് രാവിലെ 3-4 മണിക്ക് പോയി വെജിറ്റബിൾസ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ നിർത്തിയത്. എന്താന്ന് പറഞ്ഞാൽ 4 മണിക്ക് എനിക്ക് പോലും പറ്റൂല. അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. അവിടെ മൂന്നാർ ആ സൈഡിൽ നിന്ന് സാധനങ്ങൾ വന്നിട്ട് വേണം നമുക്ക് പെരുമ്പാവൂര് കിട്ടാൻ വേണ്ടി. പെരുമ്പാവൂരിൽ നിന്ന് നേരെ ആലുവ സൈഡിലേക്കാണ് ഇതിന്റെ ഒരു ട്രാൻസ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രോന് തോന്നുന്നുണ്ടോ, ഞാനൊരു ജസ്റ്റ് ഒരു അഭിപ്രായം ചോദിക്കുന്നതാണ്, നമ്മുടെ ഈ ഒരു 25 വർഷത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രോയ്ക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? ഈ നില പോയി കഴിഞ്ഞില്ല. ഞാൻ ഈ നമ്മുടെ കേരളത്തിലെ അവസ്ഥ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ പറഞ്ഞത്. ഇനി അഗ്രികൾച്ചറിന്റെ കാര്യം നമ്മൾ വിട്ടു, ടൂറിസത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞു, അഴിമതിന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ന്യൂക്ലിയർ പവറിന്റെ കാര്യത്തിലോട്ട് വരാം. അപ്പൊ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ കാര്യത്തിൽ അതായിരുന്നു ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ ഈ ഒരു കാര്യത്തിലോടാണ് കൊണ്ടുവരാൻ വെച്ചിരുന്നത് ഇത്രയും നേരം. അതായത് നമ്മള് പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ പവർ പ്ലാന്റ് നമുക്ക് എന്താ കൊണ്ടുവന്നൂടെ എന്നാ ചോദിക്കുന്നത്. കേരളത്തിലെ ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന മേഖല
ഈ നമ്മുടെ കോസ്റ്റൽ ലൈനിന്റെ ഭാഗത്തായിട്ട് അത്രത്തോളം വരുന്നില്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ കോസ്റ്റൽ ലൈനിലാണ് തോരെയുള്ള പിന്നെ മണലുള്ളത്. അപ്പൊ അവിടെ ഒരു പരിധിയെ വിട്ടിട്ട് അല്ലെങ്കിൽ ആ കോസ്റ്റൽ ലൈനിൽ നിന്ന് മണൽ എടുത്തിട്ട് ഒരു സേഫ് ആയിട്ടുള്ള പാലക്കാട് പോലത്തെ സ്ഥലങ്ങളിൽ പവർ പ്ലാന്റ് ഉണ്ടാക്കിക്കൂടെ എന്നുള്ളതാണ്. ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഞാനിതൊന്ന് കൊണ്ടുവന്നോണ്ടിരിക്കും, അപ്പോഴേക്കും നിങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ. ശരി, ആയിക്കോട്ടെ. ഇതിപ്പോ പാലക്കാട് ഓൾറെഡി ഇൻഡസ്ട്രിയൽ സോൺ എന്ന് പറഞ്ഞൊരു മേഖല പാലക്കാട് ഓൾറെഡി ഉണ്ട്. അതെന്തുകൊണ്ടാണ് അതിന് കാരണം? പാലക്കാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ മണൽ കിട്ടുന്നത്, അരി ഉണ്ടാക്കുന്നതൊക്കെ. അതിന് കാരണം അവിടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമില്ല, അത് അവിടെ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത് കൊണ്ടാണ്, നിരപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ പിന്നെ അരി പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കട്ടെ, ബാക്കി സ്ഥലങ്ങളിൽ കൊക്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകട്ടെ. അഗ്രികൾച്ചറിന്റെ കാര്യം അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പിന്നെ കോൺസെപ്റ്റ് തന്നെയാണ് പാലക്കാട് ഇങ്ങനത്തെ ഒരു മേഖല ഉള്ളത് കൊണ്ടാണ് അവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ സോൺ അവിടെ ഉള്ളതും അവിടെ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടാകുന്നതും. ഇതേപോലെ സേഫ് ആയിട്ടുള്ള സോണിൽ നമുക്ക് എന്തുകൊണ്ട് ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടാക്കിക്കൂടാ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതേപോലെ ഒരു പ്ലാന്റ് നമ്മൾ എഫേർട്ട് എടുത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റായില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു സ്ഥലത്ത്, കേരളത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഇതിൽ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണകൂടം മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, ജനങ്ങളും കൂടി വിചാരിക്കണം. ഇപ്പൊ ഓരോ പ്രാവശ്യം ഇവിടെ ഒരു ഹൈവേ ഉണ്ടാക്കാൻ പറ്റും നോക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ കൂടി കയറി പിന്നെ അതിനെ ഹൈജാക്ക് ചെയ്യും. എന്നിട്ട് നിങ്ങളെ വീടൊക്കെ എടുത്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പാരനോയെ സൃഷ്ടിക്കും. എന്നിട്ട് ഈ പേടിപ്പെടുത്തൽ വെച്ചിട്ട് ആൾക്കാരെ കൂടി സമരത്തിന് ഇറക്കും. എന്നിട്ട് റോഡ് വിട്ടുകൊടുക്കൂല ഹൈവേക്ക് വേണ്ടി. ഇത് തലശ്ശേരി നടന്ന സംഭവമാണ്. തലശ്ശേരി അപ്പൊ അതൊന്ന് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരൊക്കെ കാലങ്ങളായിട്ട് പിന്നെ ശ്രമിക്കുന്നുണ്ട്. തലശ്ശേരി, കണ്ണൂർ, പ്രത്യേകിച്ച് തലശ്ശേരി ഭാഗം ആ ഒരു റോഡ്, ആ ഒരു ഹൈവേ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇതുവരെ എന്താ കാരണം ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരും കാക്കാമാരൊക്കെ കൂടി വന്നിട്ട് ഇടത്തന്മാരൊക്കെ കൂടി വന്നിട്ട് പാരനോയ ഉണ്ടാക്കും. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ട് ചോദിക്കും, കമ്മ്യൂണിസ്റ്റുകാർ വന്നിട്ട് പേടിപ്പെടുത്തും ജനങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ വന്ന് പേടിപ്പെടുത്തും, കോൺഗ്രസ്സുകാർ ലീഗുകാരെ കൂടി വന്ന് പേടിപ്പെടുത്തും. ഇതാണ് പ്രശ്നം. ഇത് ജനങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കി. ജനങ്ങൾ എന്താ പറയുക, ഈ ഇങ്ങനത്തെ വഞ്ചനകളിൽ ജനങ്ങൾ വീഴാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞത് ഭരണകൂടം ഈ പറഞ്ഞതുപോലെ സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതാക്കുന്ന ഒരു പ്രവണത മാറ്റണം എന്നുള്ളതാണ്. ജനങ്ങളാണ് അതിനാദ്യം ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളിതിൽ വഞ്ചനപ്പെടാതിരിക്കുക, ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ അപ്പോൾ ഇതേപോലെ പിന്നെ ബാരിയർ സൃഷ്ടിക്കുന്ന, റോഡ് ബ്ലോക്ക് സൃഷ്ടിക്കുന്ന പരിപാടികൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ് ഇവിടെ വേണ്ടത്. അത് പിന്നെ നമ്മുടെ ഗവൺമെന്റും ജനങ്ങളും കൂടി ഇരുന്നിട്ട് ഒരു പരിപാടി ഇവിടെ ചെയ്യണം. എന്നിട്ട് ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഒരു സ്ഥലം കണ്ടെത്തണം. അത് വല്ലാണ്ട് ഈ മണലിന്റെ അങ്ങോട്ട് ദൂരെ പോകാനും പാടില്ല, എന്നാൽ ജനവാസത്തിന് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലും ഉണ്ടാകാൻ പാടില്ല. ന്യൂക്ലിയർ വേസ്റ്റ് ഒക്കെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ടാവണം. ഈ കേരളത്തിൽ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് ആണ്. പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്, കുറെ ആൾക്കാർ അവിടെ ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അപ്പൊ ജനങ്ങളത് കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ചെയ്യാൻ പറ്റാതിരിക്കൊന്നുമില്ല, പക്ഷെ ജനങ്ങളും വിചാരിക്കണം, ഭരണകൂടം വിചാരിക്കണം. അവിടെയാണ് പ്രശ്നം. ആ ഒരു ഗ്യാപ്പ് തിരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റും. ലേബർ ഫോഴ്സിന്റെ ഒരു കാര്യം പറഞ്ഞു. ലേബർ ഫോഴ്സിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എക്കണോമിസ്റ്റുകൾ ചർച്ച ചെയ്യേണ്ടി വരും. മാക്രോ എക്കണോമിക്സിന്റെ കാര്യത്തിൽ വരുന്ന ഒരു സംഭവമാണ്. പിന്നെ പൊതുവെ പ്രബുദ്ധ മലയാളികളുടെ പ്രശ്നം പിന്നെ നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ മടിയാണ്, പുറം നാട്ടിൽ പോയി കഴിഞ്ഞാൽ കക്കൂസ് എടുക്കാനും മടിയില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റണം എന്നുള്ളത് ഓരോ മലയാളി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് എന്റെ ഒരു അഭിപ്രായം. എന്താണ് പറഞ്ഞത് സൽമാൻ ബ്രോ? ഒരു കാര്യം കൂടി, അതായത് ഞാൻ വായിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, വേസ്റ്റില് നമുക്ക് വാട്ടർ കണ്ടന്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ ആ റോഡുകൾ മാറ്റി കഴിയുമ്പോൾ വേസ്റ്റ് വാട്ടർ, അതായത് റേഡിയോ കണ്ടക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ വരുന്നുണ്ട്. അപ്പൊ ആ സാധനം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഇപ്പം ജപ്പാനിലെ ഒരു എക്സാമ്പിളാണ് ഞാൻ എടുക്കുന്നത്. ഈ ജപ്പാനില് ആ റേഡിയോ കണ്ടക്റ്റീവ് ആയിട്ടുള്ള വാട്ടർ തട്ടണത് നേരെ സീ വാട്ടറിലേക്കാണ്. ഈ സീ വാട്ടറിലേക്ക് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ചൈനക്കാർ അന്ന് ഈ ഷ്രിമ്പിന്റെയും അതുപോലത്തെ സുഷിയൊക്കെ ഉണ്ടാക്കുന്ന മെയിൻലി ആയിട്ടുള്ള ഈ ജപ്പാനീസ് കുസിൻ മൊത്തത്തില് ചൈനയിൽ നിരോധിച്ചത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞു ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിത് ന്യൂസ് കണ്ടതാണ്. അപ്പം ഈ വേസ്റ്റ് വാട്ടർ തട്ടണമെങ്കിൽ നമുക്ക് പാലക്കാട് എന്ന് പറഞ്ഞ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തട്ടാനുള്ള ഒന്നാമത് ഏരിയ ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും, ഇപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകും. ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലും അത് നമുക്കൊരു മെസ്സേജ് വരും, പിന്നെ ഒരു ഫോട്ടോ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് മാത്രം കാണിക്കാതെ പിന്നെ അതിന്റെ ഒരു പ്രൊഡക്ഷൻ ഒന്നും നടക്കണ്ട. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗപ്പൂർ മോഡല് ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ വേണ്ടത്. നമ്മുടെ ഇവിടെ അതുപോലത്തെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊരു ഷോർട്സിൽ കണ്ടതാണ്. അതായത് ഈ ഷോർട്സിന്റെ ഉള്ളില് സിംഗപ്പൂറുള്ള ഈ മൊത്തം വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു ഇൻസിനറേറ്റർ അവിടെ ഇട്ടിട്ട് അവരെ കത്തിച്ചതിന് ശേഷം അതിനുശേഷം അതിൽ നിന്നുണ്ടാവണ ഇത് വെച്ചിട്ടാണ് അവിടെയുള്ള ഇലക്ട്രിക്കൽ പ്രൊഡക്ഷൻ നടക്കുന്നത്.
അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ വരാതെ ഇത് വേസ്റ്റ് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും. അതായത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഇവിടെ നോർമൽ ആയിട്ട് ഇവിടെ കിട്ടുന്ന എന്ത് വേസ്റ്റ് ആണെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് അത് കത്തിച്ചെറിഞ്ഞു. ഇപ്പം എനിക്ക് അറിഞ്ഞൂടാ, പണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ നെതർലാൻഡ് മോഡൽ എന്നൊക്കെ പറഞ്ഞ ഓരോ മോഡലുകൾ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാറില്ല. പക്ഷെ ഇത് ഞാൻ ഷോർട്സിൽ കണ്ടതാണ്. അതായത് ന്യൂസിലെ നമ്മുടെ എന്താ പറയുക സിംഗപ്പൂര് ഇതുപോലത്തെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ കൂടി ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു ഡൗട്ടും കൂടി, അതായത് നമ്മളുടെ ഇവിടെ ഗ്യാസ് വരുന്നുണ്ട് കൊച്ചിയില് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മാതൃഭൂമി ന്യൂസിലെ കണ്ടേന്ന് തോന്നുന്നു. മാതൃഭൂമി ന്യൂസില് 2013-2014 സമയത്ത് ഉമ്മൻചാണ്ടി ഭരണത്തിന്റെ കാലത്ത് ഗ്യാസ് വരുന്നുണ്ടാണ്, അതായത് പൈപ്പിൽ കൂടെയുള്ള ഗ്യാസ് വരുന്നുണ്ട്. അത് ഇപ്പോഴും നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി ഒന്ന് ബെനിഫിറ്റ് ആക്കിയിട്ട് ഇപ്പോഴും അവർക്ക് അവിടെ പച്ചക്കറി നടാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്ഷൻ കുറച്ചും കൂടി ആൾക്കാർക്ക് ഗുണമുള്ള രീതിയിൽ. ഇപ്പൊ ഗ്യാസ് എനിക്ക് തോന്നുന്നില്ല, ഇപ്പം 2-3 ദിവസം മുമ്പ് ഞാനൊരു ന്യൂസ് കണ്ടതാണ്, ഗ്യാസിന്റെ ഉള്ളിലെ ഒരു 3-4 ലിറ്റർ വെള്ളം അതെങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയൂല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാറ്, ഞാനൊരു BJP ആയിട്ട് ഒരു ബന്ധമുള്ള ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ന്യൂസ് കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമുക്കെതിരെ ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്നുള്ള ഒരു ചോദ്യം എനിക്ക് മനസ്സിൽ വന്നുപോയി. അപ്പോ ഇതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം, അതായത് ഒന്നാമത് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലിന്റെ ഡിസ്പോസിഷൻ, അതായത് നമ്മൾ ചെയ്യണ സാധനം, പിന്നെ പ്ലസ് കൂടാതെ തന്നെ നമുക്കിപ്പോ ഈ വേസ്റ്റ് വാട്ടർ അതുപോലത്തെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമ്മൾ എവിടെ കൊണ്ടും തട്ടുന്നുള്ളതിന്റെ ഒന്നാമത്തെ പ്രശ്നം. ഇപ്പൊ നമുക്കിവിടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇത് സിറിഞ്ച് ആണെങ്കിൽ കൂടി നമ്മളുടെ തമിഴ്നാട്ടിൽ പോയി തട്ടിയൊരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ. അത് എവിടെയാണെന്ന് എനിക്കറിയാം. ഇവിടെ കേരളത്തിൽ നിന്നുള്ള വേസ്റ്റ് കൊണ്ടുവന്നിട്ട് തമിഴ്നാട്ടിൽ കൊണ്ട് തട്ടി അവിടുന്ന് തന്നെ പിന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ സാധനങ്ങൾ മൊത്തം അവിടുന്ന് പറ്റിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ. നമ്മൾ ഗ്യാസിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല, അങ്ങനെ ഗ്യാസ് പ്രൊഡക്ഷൻ വേണമല്ലോ. ഇതും കൂടി തീർച്ചയായിട്ടും എന്റെ തീർന്നു കേട്ടോ. അല്ല, ഗ്യാസിന്റെ കാര്യം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തില്ലേ? ഗ്യാസിന്റെ ചർച്ചയാണ് പിന്നീട് ന്യൂക്ലിയർ എനർജിയിലോട്ടൊക്കെ എത്തിപ്പെട്ടത്. ആ ശരി, ഞാൻ കേട്ടില്ല കേട്ടോ, സോറി, ഞാൻ ആ സമയത്ത് അതൊന്ന് എടുത്ത് കേട്ടാ മതി ഗ്യാസിന്റെ കാര്യം. അപ്പോ ശരി 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 ആയിക്കോട്ടെ. പിന്നെ ഈ വെള്ളം കണ്ടു എന്നൊക്കെ പറയണത് അത് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ന്യൂസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാതൃഭൂമി ന്യൂസിൽ വന്ന ന്യൂസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രശ്നമാണ്. അത് അവര് തന്നെ പരിപാടിയാണ്. അല്ല, അതിലിപ്പോ നമ്മളെ അഭിപ്രായത്തിൽ ഡീൽ ചെയ്യണം, പൊതുമേഖലാ സ്ഥാപനം ഡീൽ ചെയ്യണം. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ആ ബോഡി ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കാതിരിക്കാൻ നോക്കണം. മേയർ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതിൽ കൊച്ചി മേയർ ഉണ്ടാവും, പിന്നെ മുനിസിപ്പാലിറ്റി ഉണ്ടാവും, അവരൊക്കെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് അല്ലെ? അപ്പോ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഗ്യാസിൽ വെള്ളം വരാൻ കാരണം അത് നമ്മുടെ പിന്നെ സപ്ലൈ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. മറ്റേ വരുന്നാണെങ്കിലും അതൊക്കെ ആണെങ്കിലും അതായിട്ട് ബന്ധമൊന്നുമില്ല അതിന്റെ സംഭവങ്ങൾ. പിന്നെ അത് ലോക്കലായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് അവിടുന്ന് വരുന്ന എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ അതായിരിക്കണം. പിന്നെ ഈ ഗ്യാസിന്റെ പരിപാടിയാണ് നമ്മൾ ഓക്കെ. പിന്നുള്ളത് ഇൻസിനറേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് താങ്കൾ പറഞ്ഞത്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ സംഭവമാണ് താങ്കൾ പറഞ്ഞത്. ഇതിന് ഞാൻ റേഡിയോ ആക്റ്റീവ് അതല്ല, ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൊണ്ടുവന്ന വേസ്റ്റുകൾ, അതായത് പ്ലാസ്റ്റിക് ആവട്ടെ, എന്താണെങ്കിലും ആവട്ടെ, ഫുഡ് വേസ്റ്റ് ആവട്ടെ, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂരിൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ നടക്കണ്ടെന്ന് ഞാൻ ഷോർട്സ് കണ്ടു. മനസ്സിലായി. ഇതിപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഷോർട്സ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് മൊത്തത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇൻസിനറേഷൻ സത്യത്തിൽ എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്താണെന്ന് താങ്കൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ എന്നാലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇൻസിനറേഷൻ വഴി ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, അതറിയാം. അപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇൻസിനറേഷൻ എന്ന് പറയുന്നത് 800 ഡിഗ്രി 1000 ഡിഗ്രി സെൽഷ്യസിൽ ഒരു സാധനത്തിനെ കത്തിച്ചു വിടുന്ന സംഭവമാണ്. മനസ്സിലായില്ലേ? ഓക്കെ, 500 ഡിഗ്രി ടു 1000 ഡിഗ്രി വരെ ഉണ്ടാവും. 800 ഡിഗ്രിയൊക്കെയാണ് ആവറേജ് പറയുന്നത് കണക്കുകൾ. അപ്പൊ ആ 800 ഡിഗ്രി സെൽഷ്യസിൽ ഒരു സാധനം കത്തിച്ചു വിടുന്ന പ്രോസസ് അതിനെയാണ് നമ്മൾ ഇൻസിനറേഷൻ. അത് വെച്ചിട്ട് നമുക്ക് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ പിന്നെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അതല്ല പറഞ്ഞ പറയുന്ന കേൾക്കൂ. ഇത് കുറെ ചോദ്യങ്ങൾ കുറെ ചോദിക്കാനുണ്ടാവും, പക്ഷെ നമുക്ക് സമയമല്ല. നമുക്ക് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. നമുക്ക് കുറെ ഉണ്ടെന്ന് മനസ്സിലായി. നമ്മൾ കൺസേൺസ് ഒക്കെ ചർച്ച ചെയ്യാം. നമ്മള് മുതലാളിയോട് നമ്മൾ ചോദിക്കുക, നമുക്ക് ആ രീതിയിൽ സമയം പിന്നീട് നമ്മൾ കണ്ടെത്താം. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ
നമുക്ക് ഇതേപോലെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ബേസിക് സയൻസ് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലോട്ട് നമ്മൾ പോകുന്നില്ല. അത് ആ രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻസിനറേഷൻ വഴി റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. അത് എന്താ പറയുക, ഇറ്റ് ഡസൻ ഹാവ് എനി സയൻസ് ബിഹൈൻഡ് ഇറ്റ്. അതായത് ഈ സയന്റിഫിക് വാലിഡിറ്റി അതിനില്ല. കാരണം അത് ബേസിക് സയൻസ് ആണ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നമുക്ക് എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുക? ചരിത്രപരമായിട്ട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ അടിയിലോട്ട് വിടുന്നത് അത് തെറ്റായൊരു സംഭവമാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തണം. അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞു ജപ്പാനിൽ കടലിലോട്ട് വിട്ടു എന്ന് പറഞ്ഞു. കടലിലോട്ട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ വേസ്റ്റ് വാട്ടർ. ഓക്കെ, അപ്പൊ അത് വേറെ വിഷയം. വേസ്റ്റ് വാട്ടർ വേറെ വിഷയം, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ വേറെ വിഷയം. അപ്പൊ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സാമ്പിൾസ് ഉണ്ട് ചരിത്രപരമായിട്ട്. ഈ നമുക്ക് വെറുതെ കുടിച്ചിടുന്നതിന് പകരം ഒരു സ്റ്റീൽ ചേംബർ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലോട്ട് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഭൂമിന്റെ അടിയിൽ. ആ രീതിയിൽ പിന്നെ സയന്റിഫിക്കലി ഉണ്ടാക്കിയ ഒരു ചേംബറിന്റെ ഉള്ളിൽ സയന്റിഫിക്കലി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് നമുക്ക് എന്റെ അറിവിലുള്ള ഒരു സംഭവം. പിന്നുള്ളത് നമുക്ക് അതിൽ നിന്നിട്ട് വേണ്ട രീതിയിലുള്ള സാധനങ്ങൾ റീകവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ പെടുന്നതാണ്. അപ്പൊ ആ രീതിയിൽ അങ്ങനത്തെ സാധനങ്ങൾ വേർതിരിച്ചെടുത്ത് ബാക്കിയുള്ള സാധനങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് എന്നിട്ട് വീണ്ടും വേസ്റ്റ് ഉണ്ട്, അതിൽ വേസ്റ്റ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ ഡിസ്പോസ് ചെയ്യും. അതിൽ വേറെ കുറെ പ്രോസസ്സുകളുണ്ട് വേസ്റ്റ് വാട്ടർ ഡിസ്പോസ് ചെയ്യുന്നതിന്. വേസ്റ്റ് വാട്ടർ ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ വേസ്റ്റ് വാട്ടറിൽ നിന്നിട്ടുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എടുത്തിട്ട് ആ വേസ്റ്റ് വാട്ടർ മാത്രമാക്കി മാറ്റി അതിലുള്ള വേറെ പൊല്യൂട്ടൻസ് മാറ്റാനുള്ള വേറെ കുറെ പ്രോസസ്സുകളുണ്ട്. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു വേസ്റ്റ് വാട്ടറിന് റിസോഴ്സ് ആക്കി മാറ്റാൻ പറ്റും. നമുക്ക് അതിനെ പിന്നെ കൂളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൂളന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നെ ശാസ്ത്രപരമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ വേസ്റ്റ് വാട്ടറിനെ വേറെ രീതിയിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അതിൽ വരുന്ന സോളിഡ് വേസ്റ്റ്, അതിനെ കട്ട പിടിച്ച കട്ടകൾ ഉണ്ടാവും, കട്ടകൾ ഉദ്ദേശിച്ച് സോളിഡ് വേസ്റ്റ്. ഓക്കെ, അപ്പൊ ആ സോളിഡ് വേസ്റ്റ് നമുക്ക് എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു മേഖല തന്നെ ഉണ്ട് പരിസ്ഥിതി ശാസ്ത്രത്തിൽ. അപ്പൊ ആ രീതിയിൽ അപ്പൊ സോർട്ട് ചെയ്തിട്ട് കളക്ട് ചെയ്ത് ഒന്നെങ്കിൽ ഇൻസിനറേഷന് വേണ്ടി വിടാം, അല്ലെങ്കിൽ വേറെ പല ടെക്നോളജീസ് വേണ്ടി വിടാം. അപ്പൊ ഇതില് ഇൻസിനറേഷൻ എന്ന് പറയുന്ന ടെക്നോളജി നല്ലൊരു ഫാക്ടറാണ്. പക്ഷെ ഇൻസിനറേഷൻ ടെക്നോളജി വീണ്ടും കേരളത്തിലോട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് വേണ്ടത് ലാൻഡ് ഏരിയ ആണ്. നമുക്ക് ഭൂമി കുറെ വേണം ഇൻസിനറേഷൻ ചെയ്യണമെങ്കിൽ. അപ്പൊ ഇത്രയും ആൾക്കാർ കൂടിയാണെങ്കിൽ ജീവിക്കുമ്പോൾ അത് എത്രത്തോളം നമുക്ക് സ്ഥലം കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു ഐഡിയ ആണത്. പക്ഷേ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കേസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലോട്ടൊന്നും കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പൊ അടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിന് വലിയൊരു സ്ഥലം വേണം. തമിഴ്നാട്ടിലൊക്കെ പിന്നെ സ്ഥലങ്ങളുണ്ട്, തമിഴ്നാട്ടിലോ ആന്ധ്രയിലൊക്കെ. കേരളത്തിൽ സ്ഥലമില്ല, ചെറിയ സംസ്ഥാനമാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമുണ്ട് കേരളത്തിൽ. അപ്പോൾ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് വലിയൊരു ഫാക്ടർ. ആ സ്ഥലം കണ്ടെത്തിയിട്ട് കേരളത്തിൽ ഉണ്ടാക്കുന്ന വേസ്റ്റ് ഇൻസിനറേഷൻ വഴി നമ്മൾ കത്തിച്ച് കളഞ്ഞിട്ട് ആ എനർജി വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. ഇത് ഇത് സോറി, കുറെ നമ്മൾ നീണ്ടു പോയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യും, നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. സിംഗപ്പൂർ എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഓക്കെ. അല്ല, സിംഗപ്പൂരിന്റെ കാര്യം ഇതില് കേരളം അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോറി, അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ സിംഗപ്പൂര് പോലത്തെ അതേ എക്സാമ്പിൾ ഇപ്പൊ കേരളത്തിന് ഫോളോ ചെയ്യാമെന്ന് തന്നെ പറഞ്ഞത്. അങ്ങനത്തെ സ്ഥലം പക്ഷെ നമ്മൾ കണ്ടെത്തണം. അതിന് നമുക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് വേണം. ഈ പറഞ്ഞതുപോലെ പിന്തിരിപ്പൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ രാഷ്ട്രീയക്കാരും ജനങ്ങളെയും രാഷ്ട്രീയക്കാരും കൂടി ഇരുത്തിക്കൊണ്ട്, ബിസിനസ്സുകാരും കൂടി ഇരുന്നു കൊണ്ട്, അതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടി ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്തിട്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ചെയ്തിട്ട് സ്ഥലങ്ങൾ ആ രീതിയിൽ കണ്ടെത്തിയിട്ട് ആ സ്ഥലങ്ങളിൽ നമുക്ക് ഇൻസിനറേറ്റർ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് എനർജി കണ്ടെത്താം. ഇത് സ്വീഡനിൽ ചെയ്യുന്നുണ്ട്. സ്വീഡനിൽ ഇൻസിനറേഷൻ വലിയൊരു എനർജി സോഴ്സ് ആണ്. സ്വീഡനിൽ ഉള്ള വേസ്റ്റ് കത്തിച്ചിട്ട് സ്വീഡൻ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇത് കൂടാതെ സ്വീഡൻ പിന്നെ പൈസ വാങ്ങിച്ചിട്ട് യു കെയിൽ നിന്നിട്ടും നോർവേയിൽ നിന്നിട്ടും ജർമ്മനിയിൽ നിന്നിട്ടും ഒക്കെ പിന്നെ പൈസ, ഡെൻമാർക്കിൽ നിന്നിട്ടൊക്കെ പൈസ വാങ്ങും. ഞങ്ങളെ വേസ്റ്റ് നിങ്ങൾ എടുക്കണം, ഞങ്ങൾ പൈസ തരാമെന്ന് സ്വീഡനോട് പറഞ്ഞു. അപ്പോൾ സ്വീഡൻ പറഞ്ഞു ആയിക്കോട്ടെ ഞങ്ങൾ എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ പൈസ വാങ്ങിയിട്ട് ആ വേസ്റ്റ് കൂടി ഇവിടെ കൊണ്ടുവന്നിട്ട് അത് കത്തിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് സ്വീഡൻകാർ. പക്ഷെ അതിലൊരു ഫാക്ടർ ഉണ്ട്. സ്വീഡനിൽ 10 മില്യൺ ആൾക്കാരേ ഉള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളായിട്ടുള്ള രാജസ്ഥാനും മധ്യപ്രദേശും ഒക്കെ കൂടി, രാജസ്ഥാനും മഹാരാഷ്ട്രയും കൂട്ടിയിണക്കിയിട്ടുള്ള പിന്നെ ഒരു സംസ്ഥാനം കൂടി, പിന്നെ 1-2 സംസ്ഥാനം കൂടി കൂട്ടിയിട്ടുള്ള ലാൻഡ് ഏരിയ സ്വീഡനുണ്ട്. ആ സ്വീഡനിൽ പിന്നെ കേരളത്തിനേക്കാളും 10 മടങ്ങ് സ്ഥലമുണ്ട് സ്വീഡനിൽ. കേരളത്തിൽ 264 മില്യൺ ആൾക്കാരുണ്ട്. സ്വീഡനിൽ വെറും 10 മില്യൺ ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പം സ്വീഡൻ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്വീഡനിൽ അത്ര അധികം സ്ഥലമുണ്ട്.
അപ്പൊ നമ്മൾ ആ രീതിയിൽ സ്ഥലം ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നൊന്നും എടുത്തിട്ട് ചെയ്യാൻ പറ്റത്തില്ല. സിംഗപ്പൂർ എന്റെ അറിവിൽ വേറെ രാജ്യത്ത് നിന്നിട്ട് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്നിട്ട് വേസ്റ്റ് എടുത്തിട്ട് ചെയ്യുന്നില്ല എന്റെ അറിവിൽ. കാരണം അതിനുള്ള സ്ഥലം അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പിന്നെ വേസ്റ്റ് എടുത്തിട്ട് കത്തിച്ചിട്ട് എനർജി ഉണ്ടാക്കും. പക്ഷെ നോട്ട് ദി പോയിന്റ്. ഇതുകൊണ്ട് മാത്രമൊന്നും നിങ്ങൾക്ക് കേരളത്തിന്റെ മൊത്തത്തിലുള്ള എനർജി ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കേരളത്തിന്റെ മൊത്തത്തിലുള്ള എനർജി ഡിമാൻഡ് 100% ആണെങ്കിൽ അതിന്റെ 10% ഈ പറഞ്ഞതുപോലെ പിന്നെ ഹൈഡ്രോളജിക്കൽ ഇലക്ട്രിസിറ്റിന്റെ അവിടെ പോകുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഒരു 10%, 5% ഒക്കെ നമുക്ക് കേരളത്തിന് മീറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേരളത്തിന്റെ വേസ്റ്റ് എടുത്തിട്ട്. ബാക്കി അപ്പോഴും എനർജി ഡിമാൻഡ് ബാക്കി കിടക്കുന്നുണ്ട്, അതെന്ത് ചെയ്യും? അപ്പൊ അവിടെ ന്യൂക്ലിയർ എനർജി വേണം. അപ്പോൾ ന്യൂക്ലിയർ എനർജിക്ക് എത്രയും എഫിഷ്യൻസി ഇത്രയും ലെവലോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ. സെൽഫ് സഫിഷ്യൻസി പിന്നെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ന്യൂക്ലിയർ എനർജിക്ക് ഇതേപോലെ സ്ഥലം വേണം. അപ്പൊ ആ സ്ഥലം അപ്പൊ നമ്മൾ ആ ഇൻസിനറേറ്റർ കൊണ്ടുവരണോ ന്യൂക്ലിയർ എനർജി കൊണ്ടുവരണമെന്ന് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ എനർജി കൊണ്ടുവന്നായിരിക്കും കുറച്ചുകൂടി അതിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നന്നാവുക. ഇപ്പോൾ ഭാവിയിൽ നമുക്ക് എന്തായാലും ഇൻസിനറേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം, അതിനോടൊപ്പം തന്നെ കൊണ്ടുവരാം. പക്ഷേ എനർജി ഡിമാൻഡ് നോക്കുമ്പോൾ ന്യൂക്ലിയർ എനർജി ആയിരിക്കും കുറച്ചും കൂടി ലാഭം. ഇൻസിനറേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് കുറച്ചും കൂടി ആ രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരും. പക്ഷേ എനർജി ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ന്യൂക്ലിയർ എനർജി പോലത്തെ ഒരു വലിയൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള സാധനം വേണ്ടി വരും എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം, ഈ ന്യൂക്ലിയർ എനർജി ആണെങ്കിലും ഇൻസിനറേറ്റർ ആണെങ്കിലും ഒക്കെ ലാൻഡ് ഏരിയ വേണം. വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇൻസിനറേറ്റർ ഉണ്ടാകുന്ന സ്ഥലത്തിന് ചുറ്റുവട്ടത്തൊക്കെ ജനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പൊല്യൂഷൻ ഉണ്ടാവും. കാരണം കത്തിച്ച് വിടുകയാണ്. കത്തിച്ച് വിടുന്ന സാധനം എന്ന് പറയുന്നത് നമ്മൾ മാറ്ററിന് കാർബൺ ഡയോക്സൈഡ് വാട്ടറാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ വേറെ പല പിന്നെ ഇൻഓർഗാനിക് ഫോമിലോട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, സിമ്പിൾ ഫോമിലോട്ട്. അപ്പൊ അത് കത്തിക്കുന്ന ആയതുകൊണ്ട് തന്നെ അവിടെ ചുറ്റുവട്ടത്ത് പൊല്യൂഷൻ ഉണ്ടാവും. അതിന് വേറെ രീതിയിൽ പിന്നെ എന്താ പറയുക ഡിസ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എയർ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ പ്രിഫറബിളി ഇൻസിനറേറ്റർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ അടുത്തൊന്നും വീടുകൾ വെക്കാറില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, പൊല്യൂഷനാണ്. ആൾക്കാർ പിന്നെ മറ്റേ പൊട്ടവായു ശ്വസിച്ചിട്ട് ചാവേണ്ടി വരും. അപ്പോൾ അത് വേറൊരു വലിയ ഫാക്ടറാണ്. അപ്പൊ അതൊക്കെ ചിന്തിക്കണം. ഇതാണ് ഇൻസിനറേറ്റർ കൊണ്ടുവന്നു കഴിഞ്ഞാലും ന്യൂക്ലിയർ എനർജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സ്ഥലം വേണം ഡിസ്പോസ് ചെയ്യാൻ. ഇങ്ങനത്തെ വേസ്റ്റ് ഡിസ്പോസലിന് വേറൊരു ലാൻഡ് ഏരിയ നമുക്ക് കുറച്ച് ഹെക്ടർ വേണ്ടി വരും. ഇതേപോലെ തന്നെ ഇൻസിനറേറ്ററിന് വേണ്ടി വരും. ഇൻസിനറേറ്ററിൽ ലാൻഡ് ഏരിയ പിന്നെ എന്താ പറയാ ലാൻഡ് ഏരിയന്റെ പ്രശ്നമുണ്ട് ഇൻസിനറേറ്ററിന്. ഇൻസിനറേറ്ററിന്റെ യൂണിറ്റിന്റെ കാര്യം മാത്രം പോരാ, ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾ ഉണ്ടാവരുത് പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തണം. ജനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പൊല്യൂഷന്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രശ്നം. ഇത് സിംഗപ്പൂർ പിന്നെ ഈ പറഞ്ഞതുപോലെ വിട്ട സ്ഥലത്ത് ഒരു സ്ഥലത്തായിരിക്കും ഇത് വെച്ചിട്ടുണ്ടാവുക. അത് വേറെ പോപ്പുലേറ്റഡ് ഏരിയകൾ ബാധിക്കുന്നുണ്ടാവില്ല. പോപ്പുലേറ്റഡ് ഏരിയനെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ പൊല്യൂട്ടഡ് ആയിരിക്കും, ഒരു സംശയമില്ല. അത് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാക്ടർ ഉണ്ട്. പിന്നെ ജപ്പാന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, ജപ്പാന്റെ വേസ്റ്റ് വാട്ടർ കടലിലോട്ട് നിക്ഷേപിച്ചു എന്ന് പറയുന്നതിനോട് അത് ഇറ്റ്സ് പാർഷ്യലി കറക്റ്റ് എന്നുള്ളതാണ്. അത് 1960-കളിൽ 70-കളിലായിരുന്നു ജപ്പാൻ അങ്ങനെ ചെയ്തിരുന്നത്. അത് ഒരു കമ്പനി ചെയ്ത മിസ്റ്റേക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ ഒരു ഷോർട്ട് ടേം സൊല്യൂഷൻ, മോശമായിട്ടുള്ള സൊല്യൂഷൻ അവിടെ ആരോ പിന്നെ റെക്കമെൻഡ് ചെയ്തൊരു പരിപാടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മിനമാറ്റ ഡിസീസ് എന്ന് പറയുന്ന മെർക്കുറി പോയ്സണിങ് പിന്നെ ജപ്പാനിൽ മിനമാറ്റ ഡിസീസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. അത് മെർക്കുറി പോയ്സണിങ് ആണ്. അവിടുത്തെ മീനുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ മെർക്കുറി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം അത് കടലിലോട്ട് ഒഴിച്ചു വിട്ടിട്ട് ആ കടലിലുള്ള മീൻ ഒക്കെ ചത്തു പൊങ്ങാൻ തുടങ്ങി. അത് തിന്നവർക്കൊക്കെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മ്യൂട്ടേഷൻ പരിപാടികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇതാണ് ജപ്പാനിൽ നടന്ന സംഭവം. അപ്പൊ ആ ജപ്പാനിൽ അത് പിന്നീട് അത് മാറ്റി. ഈ താങ്കൾ പറഞ്ഞ വിഷയം ഇത് ഒരു ഷോർട്സിൽ അത് പറഞ്ഞ 1970-കളിലും ഒക്കെ നടന്ന സംഭവമാണത്. അതവര് ഒക്കെ മാറ്റി മറിഞ്ഞ് അതൊരു കുറെ മുന്നോട്ട് പോയി. ഇപ്പൊ എത്ര വർഷമായി? 50 വർഷം, 56 വർഷമായി. അപ്പൊ അതൊക്കെ മാറ്റിയവർ, അത് അന്ന് നടന്ന സംഭവമാണ്. അത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അത് ഇപ്പൊ നടക്കുന്ന കാര്യമല്ല, അന്ന് നടന്ന കാര്യമാണ്. അതൊക്കെ അവർ സോൾവ് ചെയ്ത് ഇപ്പൊ അവർ നല്ല രീതിയിലാണ് അത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവർ വേസ്റ്റ് വാട്ടറിൽ നിന്ന് മെർക്കുറി റിക്കവർ ചെയ്തിട്ട് ബാക്കിയുള്ള വെള്ളം ഈ പറഞ്ഞ സയന്റിഫിക്കലി പിന്നെ ട്രീറ്റ് ചെയ്തിട്ട് വേറെ പല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറിഗേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ അതിന് വലിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ ജപ്പാൻ ഈ പറഞ്ഞതുപോലെ ഫ്ലഷിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. പിന്നെ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള വെള്ളമാണ് ലാൻഡ് ഡിസ്പോസൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ പ്രശ്നം എന്താ അറിയോ? ഇതിൽ ഒരു വാസ്റ്റ് പ്ലെത്തോർ ഓഫ് ഇൻഫർമേഷൻ അത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒരു ചെറിയ ലെവലിലോട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. ഇത് ഓരോന്നും ഓരോ പ്രശ്നങ്ങളാണ്, ഓരോന്നിനും ഓരോ സൊല്യൂഷൻസ് ആണ്. ഓരോ പ്രശ്നങ്ങൾക്ക് പല രീതിയിലുള്ള പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഇതിലുള്ള വിഷയം. ജപ്പാനത്തെ വിഷയം വേറെ, സിംഗപ്പൂരിന്റെ വിഷയം വേറെ, കേരളത്തിലെ വിഷയം വേറെ, കൂടംകുളത്തിന്റെ വിഷയം വേറെ, ന്യൂക്ലിയർ പവറിന്റെ വിഷയം വേറെ, വേസ്റ്റ് വാട്ടറിന്റെ വിഷയം വേറെ, പിന്നെ നമ്മുടെ എയർ പൊല്യൂഷന്റെ വിഷയം വേറെ. ഇതൊക്കെ വേറെ വേറെ വിഷയങ്ങളാണ്. ഇതിനൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.